സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ചെയിൻ 1 2 ആദ്യത്തെ ചെയിനിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊന്ന് തിരിച്ചു നോക്കുമ്പോൾ പിന്നിലായിട്ട് ചെറിയൊരു ഭാഗം പൊന്തി നിൽക്കുന്ന കാണാനായിട്ട് പറ്റും. ഇതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു ലൂപ്പിലേക്കൂടെ പോകുമ്പോൾ ഇതും കൂടി ചേർത്തിട്ട് വേണം ഹുക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതുപോലെ ഫസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ഒരു ചെയിനും ഇതതിൻ്റെ ബാക്ക് പമ്പുമാണ് കാണുന്നത്. ഹുക്ക് വലിച്ച് യാൺ പുറത്തേക്ക് എടുക്കുന്നു. 2 ലൂപ്സ് ഇപ്പോൾ നമ്മുടെ ഹുക്കുമ്മയുണ്ട്. വലതൊരു ലൂപ്പുണ്ട്, ഇടതൊരു ലൂപ്പുണ്ട്. വലതുവശത്തെ ലൂപ്പ് വേണമെങ്കിൽ ഒന്ന് പിടിച്ചു കൊടുത്തോളൂ. എന്നിട്ട് ദേ ഹുക്ക് വലിച്ച് യാൺ നമ്മൾ ആദ്യത്തെ ലൂപ്പ്, അതായത് ഇടതുവശത്തുള്ള ലൂപ്പിലേക്ക് മാത്രം വലിച്ചെടുക്കുമ്പോൾ 2 ലൂപ്പ് വീണ്ടും ആയി. ഇനി 2ലേക്കും വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സിംഗിൾ ക്രോഷേ കിട്ടിയിട്ടുണ്ട്. ഇതിലെവിടെയാണ് സിംഗിൾ ക്രോഷേ? ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊന്ന് തിരിച്ചു നോക്കൂ. കണ്ടോ നമ്മുടെ വി ഷേപ്പ് കാണുന്നത്? ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ വരുന്നത്. കാര്യം നമ്മൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നെക്സ്റ്റ് റോ മുതൽ നമുക്ക് ഈ ഒരു സിംഗിൾ ക്രോഷേ കാണുന്ന രീതിയിലായിരിക്കും വരിക. അടുത്ത സിംഗിൾ ക്രോഷേ ഇടുന്നത് ഒരിക്കലും ഈ ഒരു ചെറിയ ലൂപ്പിലേക്ക് ആകരുത്. പകരം ഇതേ നീളമുള്ള ഒരു ലൂപ്പ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ദാ ഈ ഒരു ലൂപ്പ്, ഇതിലേക്ക് വേണം നമ്മുടെ സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനായി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ബാക്ക് ബമ്പും കൂടി ചേർത്തെടുക്കാനായിട്ട് നോക്കുക. ദെൻ യാൺ വലിച്ച് പുറത്തേക്ക് എടുത്തു. 2 ലൂപ്പായി. വീണ്ടും യാൺ വലിച്ച് 1ൽ കൂടെ മാത്രം എടുക്കുന്നു. 2ൽ കൂടെ വീണ്ടും. രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ കഴിഞ്ഞു. കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു വി ഷേപ്പ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ചെയിൻസ് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും.